ആലപ്പുഴ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയേറുകയാണ്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇവിടെ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഈ ആലപ്പുഴ പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ്റെ വീട്ടുവളപ്പിൽ നിന്നാണ് പകുതി കത്തിക്കരിയ നിലയിൽ ഈ അസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങൾ ഓല കൊണ്ട് മൂടിയ നിലയിൽ കണ്ടെത്തിയത്. ഈ സെബാസ്റ്റ്യൻ 2013 കാണാതായ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ ഒന്നാം പ്രതിയാണ്. ഈ ബിന്ദു പത്മനാഭൻ കേസിൻ്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ നടന്നിരുന്നുവെങ്കിൽ പിന്നീട് അത് കാര്യക്ഷമമായി നടന്നില്ല, കൂടുതലൊന്നും കണ്ടെത്താനായിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സെബാസ്റ്റ്യൻ കുറച്ചു കാലം ജയിലിൽ കഴിയുകയായിരുന്നു, പിന്നീട് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയായിരുന്നു. ഈ ബിന്ദു പത്മനാഭൻ കേസിൻ്റെ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? രൂപേഷ് ചേട്ടൻ്റെ. അത് ഈ കേസ് എവിടം വരെയായി, എന്താണ് ഇതിൻ്റെ? 2017 മുതലാണ് നമ്മൾ ഈ ആക്ഷൻ കൗൺസിലുമായിട്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ ഈ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ ബിന്ദുവിൻ്റെ വ്യാജ രേഖകളൊക്കെ ഉണ്ടാക്കി ഭൂമി കൈമാറ്റം ചെയ്തതായിട്ടുള്ള രേഖകൾ അന്വേഷണ സംഘത്തിനൊക്കെ ലഭിച്ചു. പക്ഷേ ബിന്ദു എവിടെയാണ്, ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ പുറത്തു വന്നിട്ടില്ല. അതാണ് നിലവിലെ അവസ്ഥ. ഒരു 6 മാസം മുമ്പ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അപേക്ഷ നൽകുകയായിരുന്നു നുണപരിശോധന ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ സെബാസ്റ്റ്യന് തയ്യാറായില്ല. ലഭിച്ച മൃതദേഹാവശിഷ്ടത്തിൻ്റെ പഴക്കം വെച്ച് നോക്കുമ്പോൾ അത് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടേതാകാമെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഉള്ളത്. ഈ ജൈനമ്മ അവസാനമായി ഈ വീട്ടിൽ വന്നിരുന്നു എന്നാണ് ഫോൺ സിഗ്നലുകൾ വെച്ച് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഈ ജൈനമ്മയുടെ ആഭരണങ്ങൾ ഈ സെബാസ്റ്റ്യൻ പണയം വെക്കാൻ ഉൾപ്പെടെ എടുത്തിരുന്നു എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പമുണ്ട്. ഈ സെബാസ്റ്റ്യനെ പറ്റി പ്രദേശവാസികൾക്കുള്ള അഭിപ്രായം എന്താണ്? സെബാസ്റ്റ്യനെ പറ്റി പ്രദേശവാസികൾ, അതായത് വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പുള്ളിയുടെ ഒരു 2.25 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഒറ്റയ്ക്കൊരു വീട്ടിലായതുകൊണ്ട് നാട്ടുകാർക്ക് വലിയ ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പകൽ സമയങ്ങളിൽ വന്ന് മദ്യപാനമാണ് പുള്ളിയുടെ ഒരു ഹോബി എന്ന് തന്നെ പറയാം. കാരണം പുള്ളി ഇവിടെ വന്ന് കൂട്ടുകാരുമായിട്ട് മദ്യപിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ബിന്ദു പത്മനാഭ ജൈനമ്മയോ ഇവിടെ വന്നതായിട്ടുള്ള വിവരങ്ങളുണ്ടോ? ബിന്ദു പത്മനാഭൻ വന്നതായിട്ട് ഇവിടെ നേരത്തെ ഈ വീടിന് കുറച്ച് വടക്കുവശം താമസിച്ചിരുന്നവരെ കൊണ്ടുവന്ന് അവരെ സ്ത്രീയെ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവരിപ്പോൾ ഇവിടുന്ന് താമസം മാറി പോയതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പിന്നെ ഈ ജൈനമ്മ വന്നതായിട്ടൊന്നും എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മളിവിടെ ജൈനമ്മയെ കാണാനില്ല എന്നുള്ള ന്യൂസ് വന്നതോടുകൂടി നമ്മളെല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്തിരുന്നു. ജൈനമ്മ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ മൊത്തം പഞ്ചായത്തിൻ്റെ തന്നെ എല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്തിരുന്നതാണ്. പക്ഷേ അവരുടെ ഇന്നലെ വന്ന പോലീസിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. അവരുടെ ഫോൺ പുള്ളിയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്നതും തവണക്കടവ്, നമ്മുടെ ഈ പള്ളിപ്പുറം തവണക്കടവ് ഏരിയയിലാണ് അവരുടെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്നത്. അപ്പം ഫോൺ പുള്ളിയുടെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ അവരുടെ ഇതെന്ന് പറയുന്ന ആഭരണങ്ങളും ഒക്കെ പുള്ളി പലയിടത്തായിട്ട് പണയം വെച്ചതായിട്ടും പണയം വയ്ക്കാൻ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതിൻ്റെ തെളിവുകളും അവരെയൊക്കെ കൊണ്ടുവന്ന് ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ദുരൂഹത വർദ്ധിക്കുകയാണ്. എന്നാലും ഈ വീടിൻ്റെ ഹാളിൽ നിന്നുൾപ്പെടെ രക്തക്കറകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഫോറൻസിക് സംഘം വ്യക്തമാക്കുന്നത്. അത് ആരുടേതാണ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ഇന്ന് നടക്കും. അതോടൊപ്പം ഈ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടം ആരുടേതാണെന്നറിയാൻ വേണ്ടിയിട്ടുള്ള DNA പരിശോധനകൾ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കും. ഈ സംഭവത്തിൽ ഇതിൻ്റെ ദുരൂഹത പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തോടൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.